ലാറ്റെക്സിൽ എങ്ങനെയാണ് ഒരു പിക്ചർ ഇൻസെർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യമായി വേണ്ടത് /use പാക്കേജ് ഗ്രാഫിക്സ് ആണ്. നമ്മളെ പിക്ചർ ഓവർലീഫിലാണ് ചെയ്യണമെങ്കിൽ നമ്മളെ പിക്ചർ എല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് /begin picture സെൻറ്ററിങ് /include graphics സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് width = 1/text width പിന്നെ ഇതിൻ്റെ പേര് .jpeg .eps .png എല്ലാ തരത്തിലുള്ള പിക്ചർ ഇതിൻ്റെ അകത്ത് ഇൻസെർട്ട് ചെയ്യാം. ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിക്ചർ ഇവിടെ വരും. അപ്പം നമ്മളിതിൻ്റെ അകത്ത് ബിഗിൻ ഫിഗർ അത് കഴിഞ്ഞിട്ട് എച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണോ, അതായത് നമ്മൾ എവിടെ വെച്ചിട്ടാണ് ഇത് പിക്ചർ ഇൻസെർട്ട് ചെയ്യണം അവിടെ തന്നെ വരും. ഞാനിപ്പം ഇതിൻ്റെ താഴെ ഇപ്പം ഇൻസെർട്ട് ചെയ്യാം. ഉപേക്ഷിച്ച് തീരുമാനമായി എൻ്റെ അടിയിലാണ് ഞാൻ ഇപ്പോൾ അത് കൊടുത്തേക്കണം. അപ്പോൾ അവിടെയായിരിക്കും ഈ പിക്ചർ വരുന്നത്. അതായത് എവിടെയാണോ എച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹിയർ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ടി ആണ് കൊടുക്കണമെങ്കിൽ അത് ടോപ്പിലായിരിക്കും വരണം. അതായത് ആ പേജിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും വരണം. അപ്പം നിങ്ങൾ കുറേ എഴുതിയിട്ട് ടി ആണ് കൊടുക്കണമെങ്കിൽ ആ പിക്ചർ നേരെ ടോപ്പിലായിരിക്കും വേണം. പി ആണ് കൊടുക്കണമെങ്കിൽ അത് ഒരു പുതിയ പേജിലോട്ടായിരിക്കും പോകുന്നത്. ഒരു പുതിയ പേജിലോട്ടായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് പി കൊടുത്താൽ പോകണം. അതിൻ്റെ ബി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബോട്ടം എന്നാണ്, അതായത് ഏറ്റവും താഴെ പോകും. ആ പേജിൽ ഏറ്റവും താഴെ പോകും. ഇതിൻ്റെ സൈസ് വലുതായതുകൊണ്ടാണ് അത് ഏറ്റവും താഴെ വന്നത്. ഞാനിപ്പോൾ സൈസ് ചെറുതായി കൊടുത്താൽ നമ്മൾ ഏത് പേജിലാണോ ആ പേജിൻ്റെ താഴെ പോകും. അപ്പം നമുക്കിതിൻ്റെ അകത്ത് JPEG EPS PNG എല്ലാ ടൈപ്പിലുള്ള ഫിഗർ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ബി കൊടുത്തുകൊണ്ട് ഏറ്റവും താഴെ പോയി കിടക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആർബിട്രറി ആയിട്ടുള്ളൊരു പോയിൻ്റ് സെലക്ട് ചെയ്യും. അതിന് ഇഷ്ടമുള്ളൊരു പോയിൻ്റ് സെലക്ട് ചെയ്താൽ അവിടെ ആയിരിക്കും പോകുന്നത്. ഞാൻ HTBP ആണ് കൊടുക്കണമെങ്കിൽ 4 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തതിനായിരിക്കും ചാൻസ് കൂടുതൽ, അതായത് ഹിയർ ആയിരിക്കും അത് വരുന്നത്. നമ്മളിപ്പോൾ എച്ച് ആദ്യം വന്നു കഴിഞ്ഞാൽ അത് എച്ചിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ബാക്കി എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കൊടുക്കുന്നതിനായിരിക്കും അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഇനി വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെയാണ് നോക്കാം. അപ്പം ഞാനിതിൻ്റെ ഹൈറ്റും 1 ഇഞ്ചും എൻ്റെ വിഡ്ത്ത് 5 ഇഞ്ചുമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹൈറ്റ് 1 ഇഞ്ച് വിഡ്ത്ത് 5 ഇഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിഗറിന് 1 ഇഞ്ച് ഹൈറ്റും 5 ഇഞ്ച് വിഡ്ത്തും ഉള്ള ഒരു ഫിഗറായിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്ത് കിട്ടും. ഈ പിക്ചർ അതിന് മാച്ച് ചെയ്യേണ്ട, അതുകൊണ്ട് അത് വലിഞ്ഞൊക്കെ ഇരിക്കും. ഇതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ആംഗിൾ കൊടുക്കുക. ഇപ്പോൾ 90 കൊടുത്തിരുന്ന ആ പിക്ചർ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ -90 കൊടുത്താൽ അത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ 180 ആണ് കൊടുക്കണമെങ്കിൽ ആ പിക്ചർ തലരിഞ്ഞ് വരും. അപ്പം വേറെ ഏത് ആർബിട്രറി വാല്യൂ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് ഞാൻ ഇപ്പോൾ 45 കൊടുത്തു കഴിഞ്ഞാൽ 45-ലായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് /text width കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഉള്ളതുപോലത്തെ വലിയൊരു പിക്ചറായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ആംഗിൾ =45 കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു 45 ആംഗിളിൽ നേരത്തെ ഉള്ള വലിയൊരു പിക്ചർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഞാനിപ്പോൾ ആംഗിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള പോലത്തെ പഴയ ആ പിക്ചറായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പിക്ചറിനെ കുറിച്ച്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.